Calculate economic order quantity and number of order to be placed in each year. Annual consumption 4000 kg, cost of buying per order rupees 5, cost per unit 2 per kg, storage cost 8% on inventory. ഈ ക്വസ്റ്റ്യനിൽ ഇത് ബൈയിങ് കോസ്റ്റും ആനുവൽ കൺസപ്ഷനും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡും കാണാനാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം നമ്പർ ഓഫ് ഓർഡർ ടു ബി പ്ലേസ്ഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോർമുല എന്ന് പറയുന്നത് √2AO ഡിവൈഡഡ് ബൈ C. എ എന്ന് പറയുന്നത് ആനുവൽ കൺസപ്ഷൻ, ഒ എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ്, സി എന്ന് പറഞ്ഞാൽ ക്യാരിങ് കോസ്റ്റ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമുല കൊടുക്കുക. എന്നിട്ട് മാർജിനിൽ ആനുവൽ കൺസപ്ഷനും ഓർഡറിംഗ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ ആനുവൽ കൺസപ്ഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4000 kg. ഓർഡറിംഗ് കോസ്റ്റ് ₹5. സി ഈസ് ഈക്വൽ ടു ക്യാരിങ് കോസ്റ്റ്. ക്യാരിങ് കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ. ഇപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് എന്താ പറയുന്നത്? 8% ഓൺ ആവറേജ് ഇൻവെൻട്രി എന്നാണ്. എന്ന് വെച്ചാൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ 8% ആണ് ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? ₹2. 2 × 8% എന്ന് വെച്ചാൽ 2 × 8% എന്ന് പറഞ്ഞാൽ 0.16 ആണ് കേട്ടോ. 0.16. അപ്പോൾ ആനുവൽ കൺസപ്ഷനും ഓർഡറിംഗ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും കണ്ടു. ജസ്റ്റ് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 × A 4000, O എത്രയാ? 5 ഡിവൈഡഡ് ബൈ 0.16 C. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ റൂട്ടിലുള്ളത് ആദ്യം സോൾവ് ചെയ്യാം. 2 × 4000 × 5 is equal to 40,000. 40,000 divided by 0.16 is equal to 2,50,000 ആണ് വന്നിരിക്കുന്നത്. റൂട്ട് 2,50,000 എന്ന് പറഞ്ഞാൽ 500. ഇവിടെ 500 യൂണിറ്റ്സ് അല്ല വരുന്നത്, 500 kg ആണ്. അത് ക്വസ്റ്റ്യനിൽ എന്താണോ വന്നിരിക്കുന്നത്, ചിലപ്പോൾ യൂണിറ്റ്സ് ആകാം, ചിലപ്പോൾ ലിറ്റേഴ്സ് ആകാം. എന്താണോ അവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് അതായിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കിലോഗ്രാം ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ നമ്മൾ kg തന്നെ ക്വസ്റ്റ്യനിൽ കൊടുക്കണം. അപ്പോൾ EOQ എന്ന് പറയുന്നത് ഇവിടെ 500 kg ആണ്. ഇനി നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് A ഡിവൈഡഡ് ബൈ EOQ ആണ്. A എന്ന് വെച്ചാൽ എന്താണ്? ആനുവൽ കൺസപ്ഷൻ. ഇവിടെ ആനുവൽ കൺസപ്ഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? 4000. EOQ എന്ന് പറഞ്ഞാൽ 500 kg. നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4000 ഡിവൈഡഡ് ബൈ 500. അപ്പോൾ ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എന്ന് പറയുന്നത് 8 ആണ് കേട്ടോ. നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് നമുക്ക് ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് EOQ ആണ്. ക്വസ്റ്റ്യനിൽ ആനുവൽ കൺസപ്ഷനും ബൈയിങ് കോസ്റ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റോറേജ് കോസ്റ്റ്, അതായത് ക്യാരിങ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ
8% ആണ്. അപ്പോൾ അത് കമ്പ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് സോൾവ് ചെയ്യുക, അതിനുശേഷം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് കണ്ടുപിടിക്കുക. ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എന്ന് പറയുന്നത് ആനുവൽ കൺസെപ്ഷൻ ഡിവൈഡ് ബൈ EOQ ആണ്. ആനുവൽ കൺസെപ്ഷൻ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4000 എന്നുള്ളത്. EOQ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു 500. അപ്പോൾ 4000 ഡിവൈഡ് ബൈ 500 എന്ന് പറയുന്നതാണ് 8 ആണ് ഓർഡർ. അപ്പോൾ ഈ 8 പ്രാവശ്യമാണ് ഒരു വർഷത്തിൽ നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. എത്ര ഈ ഓരോ തവണ ഓർഡർ ചെയ്യുമ്പോഴും നമ്മൾ എത്ര വെച്ചിട്ട് ഓർഡർ ചെയ്യണം? 500 കിലോഗ്രാം വെച്ചിട്ട് ഓർഡർ ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് മിനിമൈസ് ആക്കാൻ പറ്റത്തുള്ളൂ. അതായത് ക്യാരിങ് കോസ്റ്റ് ഓർഡറിങ് കോസ്റ്റ് മിനിമൈസ് ആകുന്നത് ഈ 500 kg ഓർഡർ ചെയ്യുമ്പോഴാണ്. From the following, calculate EOQ and the number of orders to be placed. Annual demand 2,400 units. Unit price rupees 2.4. Ordering cost 4. Storage cost 2%. Interest rate 10%. ഇവിടെ രണ്ടെണ്ണമാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഒന്ന് EOQ, ഒന്ന് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡും. ആദ്യം EOQ കമ്പ്യൂട്ട് ചെയ്യാം. EOQ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് എന്ന് പറയുന്നത് ആനുവൽ കൺസെപ്ഷൻ ഡിവൈഡഡ് ബൈ EOQ ആണ്. അപ്പോൾ ഫസ്റ്റ് EOQ കമ്പ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ EOQൻ്റെ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുന്നൊരു കാര്യം പറയാം. ഇവിടെ 2 സംഭവം എക്സ്ട്രാ വന്നിട്ടുണ്ടല്ലേ. സ്റ്റോറേജ് കോസ്റ്റ് നമുക്ക് മനസ്സിലായി എന്താ, ക്യാരിങ് കോസ്റ്റ് തന്നെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതും ഈ ക്യാരിങ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പെർസെൻറ്റേജ് കൊടുക്കുന്നില്ലേ, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സ്റ്റോറേജ് കോസ്റ്റ് 2% എന്നാണ്. അപ്പോൾ പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റും ഈ സ്റ്റോറേജ് കോസ്റ്റിലാണ് ഇൻക്ലൂഡ് ആവുക. അപ്പോൾ ഈ രണ്ടും കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരിങ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 12% എന്ന് പറഞ്ഞ സംഭവം. അതായത് സ്റ്റോറേജ് കോസ്റ്റും ഇൻട്രസ്റ്റ് റേറ്റും കൂടി കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ്, ആ എത്ര പെർസെൻറ്റേജ് ആണോ അതാണ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ക്യാരിങ് കോസ്റ്റ് കറക്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 2,400 ആണ്. O എന്ന് പറയുന്നത് ₹4 ആണ്. C എന്താണ്, അതായത് ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് 2.4 ആണ്. അതിൻ്റെ 12% കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്യാരിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0.288 ആണ്. അപ്പോൾ ഓർഡറിങ് കോസ്റ്റിന് ഫോർമുല എന്താ, √2AO ഡിവൈഡഡ് ബൈ C. √2 × 2,400 യൂണിറ്റ്സ് അല്ല, ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 0.288. 1,400 × 4 ഈക്വൽ ടു 19,200 ഡിവൈഡഡ് ബൈ 0.288 ഈക്വൽ ടു 66,666. അതിൻ്റെ സ്ക്വയർ റൂട്ട് നോക്കാം. 258 യൂണിറ്റ്സ് ആണ് നമ്മളുടെ EOQ എന്ന് പറയുന്നത്. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ട് ചെയ്യാൻ, നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡിൻ്റെ ഫോർമുല എന്തായിരുന്നു, 2,400. EOQ എന്ന് പറയുന്നത് 258. അതായത് അപ്രോക്സിമേറ്റ്ലി 9 ഓർഡർ ആയിരിക്കും. 9 ഓർഡേഴ്സ്.